ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ആത്മാഭിമാനം. ഇത് എങ്ങനെയാണ് നമ്മൾ നമ്മളെക്കുറിച്ച് കാണുന്നത്. ഓക്കെ, കാരണം യൂഷ്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗുണങ്ങളും നമ്മുടെ പോസിറ്റീവ്സും അറിയാതെ മറ്റുള്ളവർ നമ്മളിൽ എന്ത് ചുമത്തപ്പെട്ടിരിക്കുന്നോ, എന്തൊക്കെ ലേബിൾസാണ്, എന്ത് ഐഡൻറ്റിറ്റിയാണ് മറ്റുള്ളവർ നമുക്ക് തരുന്നത്, അതായിട്ടാണ് നമ്മൾ കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി സ്ത്രീകൾ. അപ്പോൾ അത് കാരണം എല്ലാവരുടെയും ആത്മവിശ്വാസം വളരെ കുറഞ്ഞു വരികയാണ്. ഓക്കെ, അപ്പോൾ സൊസൈറ്റിയിൽ ചില നോംസ് ഉണ്ട്. അതായത് ഏർണിംഗ് മെമ്പർ ആയിരിക്കണം, ഇത്ര എഡ്യൂക്കേഷൻ വേണം, ഇത്ര സ്കിൽ സെറ്റ് ഉണ്ടായിരിക്കണം. അതെല്ലാം നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ വ്യക്തിത്വം ഡയറക്റ്റ്ലി അതുമായിട്ട് റിലേറ്റ് ചെയ്യാതെ നമ്മുടെ ക്വാളിറ്റീസ് കണ്ടറിഞ്ഞ് അത് വികസിപ്പിച്ചെടുക്കാൻ നോക്കുക. ഓക്കെ, ഞാൻ പണ്ട് പറഞ്ഞതുപോലെ ഈശ്വരൻ എല്ലാവരെയും ഒരേപോലെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് പല പല കഴിവുകൾ ഓരോരുത്തർക്കും ഉണ്ടാവാം, പക്ഷേ ഈശ്വരന് മുന്നിൽ എല്ലാവർക്കും ഒരേ ഇമ്പോർട്ടൻസ് ആണ്. പക്ഷെ ആ ഇമ്പോർട്ടൻസ് അല്ല നമുക്ക് നൽകുന്നത്, അല്ലേ? നമ്മൾ എല്ലാവർക്കും, മറ്റുള്ളവർക്ക് എല്ലാവർക്കും നല്ലോണം ഇമ്പോർട്ടൻസ് നൽകി നമ്മൾ സ്വയം താഴ്ത്തി കാണുക, അല്ലെങ്കിൽ ഞാൻ അത്രയ്ക്ക് ഡിസേർവിങ് അല്ല, ഞാൻ അത്ര വേർതി അല്ല എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യമാവാം. ഓക്കെ, നമ്മുടെ എൻവയോൺമെൻറ്റിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എൻകറേജ് ചെയ്യുന്ന ആൾക്കാരിൽ ഇല്ലായിരിക്കാം. അത് കാരണം നമ്മളെ സ്വയം കുറ്റം ചുമത്തി നമ്മുടെ വേർത്ത് നമ്മളെ മനസ്സിലാക്കാതെ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഗിൽട്ടിലും റിഗ്രറ്റിലും സ്വയം കുറ്റം പറഞ്ഞ് ഞാൻ അങ്ങനെ പഠിക്കാമായിരുന്നു, ഇങ്ങനെ ഈ ജോലിക്ക് പോകാമായിരുന്നു, എനിക്കിപ്പോൾ വയസ്സായി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് വെച്ച് നമ്മൾ സ്വയം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരിലും എന്തെങ്കിലും ക്വാളിറ്റി ഇല്ലാതെ ദൈവം സൃഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പം നിങ്ങളുടെ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കിയെടുക്കുക. എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടം, എന്താണ് നിങ്ങളുടെ സ്കിൽസ്. ഓക്കെ, അത് അനുസരിച്ച് നിങ്ങൾ അതിൽ എക്സൽ ചെയ്യാൻ നോക്കുക. പലർക്കും എസ്പെഷ്യലി ഹോം മേക്കേഴ്സ് അല്ലെങ്കിൽ ഹൗസ് വൈഫ്സ്, വീട്ടമ്മമാർക്ക് ഒരു ധാരണയുണ്ട്, അവർ എക്കണോമിക്കലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, ഫിനാൻഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, അത് കാരണം അവർ പലതും അർഹിക്കുന്നില്ല എന്ന്. അത് സ്വയം മനസ്സിലാക്കി ഉണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ നിങ്ങളെ ചിലപ്പോൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം. എനിക്ക് വീട്ടിലിരുന്നാൽ പോരെ, ഒന്നും ചെയ്യാനില്ലല്ലോ. അതൊരിക്കലും നിങ്ങളുടെ ഒരു കുറ്റമായിട്ടോ കുറവായിട്ടോ കാണരുത്. കാരണം ഒരു കുടുംബത്തിൻ്റെ താങ്ങാണ് ഒരു ഹോം മേക്കർ, അല്ലേ? ഒരു കുടുംബത്തിലത്തെ ഒരു സ്ത്രീ ആ കുടുംബത്തിൻ്റെ എല്ലാ ചുമതലകളും, ഭക്ഷണം പാകം ചെയ്യുന്നു, വീട് നോക്കുന്നു, കുട്ടികളുടെ പഠിത്തം മാനേജ് ചെയ്യുന്നു, അങ്ങനെ പല പല ചുമതലകൾ അവൾ ഭയങ്കര എഫിഷ്യൻ്റാണ്. അതുകൊണ്ടാണല്ലോ മറ്റുള്ളവരുടെ ജീവിതം മുന്നോട്ട് ഒരു ടെൻഷനും ഇല്ലാതെ, സ്ട്രെസ് ഇല്ലാതെ പോകുന്നത്. അപ്പോൾ അത് കൂടെയുള്ളവരും മനസ്സിലാക്കി എടുക്കേണ്ടതാണ്, സ്വയം ഒരു വീട്ടമ്മയായിരിക്കുന്നവരും മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ യാതൊന്നുകൊണ്ട് കുറവല്ല. അപ്പം അത് കാരണം നിങ്ങളുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന് യാതൊരു കോട്ടം തട്ടാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ ഭയങ്കര സെൽഫ് സഫിഷ്യൻ്റ് ആണ്, സെൽഫ് എഫിഷ്യൻ്റ് ആണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വല്ല ഹോബീസ് ഉണ്ട്, നിങ്ങൾക്ക് വല്ല കഴിവുകളുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അതിന് ഇപ്പോൾ യൂട്യൂബ് ഉള്ളത് കാരണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം, അല്ലേ? അത് നിങ്ങൾക്ക് മനസ്സുഖം തരുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങൾ അതിൽ എക്സൽ ചെയ്യാൻ നോക്കുക. അത് പൈസയ്ക്ക് വേണ്ടിയിട്ടാവണം തന്നെ ഇല്ല. നിങ്ങളുടെ ഒരു വീട്ടു ചുമതലകളിൽ നിന്നും നിങ്ങൾക്ക് വ്യത്യസ്തമായി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നിങ്ങളുടെ ഒരു മീ ടൈം ആണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിനെ ഒരിക്കലും സൊസൈറ്റി അടിച്ചേൽപ്പിച്ച ലെവൽസിലോട്ടായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നിങ്ങളെ സ്വയം താഴ്ത്താതിരിക്കുക. അതെൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റാണ്. കാരണം എല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടും എനിക്ക് എല്ലാത്തിനും കഴിയും, ഞാൻ എക്സലൻ്റ് ആണ് എന്നുള്ള ആ ഭാവത്തോട്, ഞാൻ ഓവർ കോൺഫിഡൻസിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, നിങ്ങളുടെ കഴിവുകളെ ഒന്ന് മനസ്സിലാക്കി മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതെ, ഓക്കെ, നിങ്ങളുടെ സെൽഫ് മോട്ടിവേഷൻ, നിങ്ങളുടെ ഭയങ്കര ഇൻസ്പയർഡായിട്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക. പിന്നെ എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ കാരണം നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഭയങ്കരമായിട്ട് താരതമ്യം
പെടുത്തുകയും കമ്പയർ ചെയ്ത് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അവരെല്ലാവരുടെയും യുനോ ഇൻ്റർനാഷണൽ ട്രാവൽസിൽ പോകുന്നു, പ്രൊമോഷൻ കിട്ടുന്നു, അത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പല പല കാര്യങ്ങളാവാം. നിങ്ങളുടെ വില കുറച്ച് ഒരിക്കലും കാണരുത്. നിങ്ങളുടെ സെൽഫ് എസ്റ്റീമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. അതായത് നിങ്ങളുടെ ആത്മാഭിമാനം, നിങ്ങളുടെ വ്യക്തിത്വം. എല്ലാവരും അവരുടെ രീതിയിൽ ഒരു യുണീക്കായിട്ടുള്ള ഒരാളാണ് അല്ലേ. നമ്മൾ ദൈവത്തിൻ്റെ ഒരു പ്രിൻ്റ് എന്ന് പറയില്ലേ, ഇപ്പോൾ രണ്ടാളുടെ ഫിംഗർ പ്രിൻ്റ് പോലും ഒരിക്കലും മാച്ചല്ല, അല്ലെങ്കിൽ റെറ്റിന പോലും ഒരിക്കലും മാച്ചല്ല. അതേപോലെ ഓരോരുത്തർക്കും ഒരു യുണീക്കായിട്ടുള്ള നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കി അതിൽ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക, അതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക, അതിന് നന്ദി പറയുക. നിങ്ങൾക്ക് പല പല കഴിവുകളുണ്ട്, നിങ്ങൾ പല പല നല്ല സാഹചര്യങ്ങളിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ നന്ദി പറയുക, നിങ്ങളുടെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതാണ് നിങ്ങളുടെ സെൽഫ് മോട്ടിവേഷനും സെൽഫ് എസ്റ്റീമിനും എല്ലാത്തിനും കാരണമാവുക. ഓക്കെ, അപ്പോൾ തിരിച്ച് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് തന്നെ വരികയാണ്. ഇതുവരെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാത്തവർ തീർച്ചയായിട്ടും അത് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൻ്റെ പോസിറ്റീവ്സ് മനസ്സിലാക്കാനും അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാനും തുടങ്ങുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് ചേഞ്ചസ് വരാൻ തുടങ്ങുക, പോസിറ്റീവായിട്ടൊരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ തുടങ്ങുക. അപ്പം നിങ്ങളുടെ വ്യക്തിത്വം ഭയങ്കര യുണീക്കായിട്ട് ഡെവലപ്പ് ചെയ്യുക. അത് ഏത് വയസ്സിലും നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് മനസ്സിലാക്കുക. പുതിയ പുതിയ ഹാബിറ്റ്, നല്ല നല്ല ഹാബിറ്റ് കൊണ്ടുവരാൻ, ഉൾക്കൊള്ളാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കഴിയട്ടെ. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്, അത് പോയി നോക്കുക. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, അതിൻ്റെയും 4-5 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് കോമെൻറ്റിൽ സെൽഫ് എസ്റ്റീം എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊള്ളുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.